Hi, I am Roger Jose, Managing Director of Alpha Academy. 2022 KEAM examination കഴിഞ്ഞു. എങ്കിലും ഇനി KEAMന് ആപ്ലിക്കേഷൻ കൊടുക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ KEAM എന്ന് പറയുന്നത് നമുക്കറിയാം 4 സെക്ടറിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയറാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എഞ്ചിനീയറിംഗിൻ്റെ സെക്ടറിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ, മറ്റൊന്ന് മെഡിക്കൽ സെക്ടറിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുന്നതിന്, തേർഡ് വൺ ബിഫാം കോഴ്സിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ, അതിനോടൊപ്പം ഫോർത്ത് വൺ നാറ്റ ആർക്കിടെക്റ്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ. KEAMന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നീറ്റ് എക്സാം എഴുതിയായിരുന്നു. കേരളത്തിലെ മെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ അന്ന് ടിക്ക് ചെയ്തിരുന്നില്ല, ഓപ്ഷൻ ടിക്ക് ചെയ്തിരുന്നില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് നാം ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നാറ്റ എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്തു, പക്ഷേ KEAMൽ അപ്ലൈ ചെയ്തില്ല, KEAMൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിലുള്ള അഡ്മിഷൻ പ്രൊസീജിയറിൽ നമ്മെ കൺസിഡർ ചെയ്യത്തില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ, അതുപോലെ പുതിയതായി KEAMന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനോ ഉള്ള അവസരമാണ് എൻട്രൻസ് കമ്മീഷണർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജൂലൈ 26 വരെ മാത്രമാണ് സമയമുള്ളത്. അപ്പോൾ ഈ വളരെ കുറച്ച് സമയം കൊണ്ട് ആർക്കെങ്കിലും ഇനി KEAM വഴി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ, ഏതെങ്കിലും ഒരു കോഴ്സും കൂടെ ആഡ് ഓൺ ചെയ്യാനോ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ഇന്ന് തന്നെ KEAMൻ്റെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റിൽ എൻ്റർ ആയിക്കൊണ്ട് ഒന്നുകിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ വഴി നാം രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. അതിനോടൊപ്പം വേണ്ട ഡോക്യുമെൻസുകളെല്ലാം നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്യുന്ന നേറ്റിവിറ്റിക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. നമുക്ക് ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ, OBC റിസർവേഷൻ ആവട്ടെ, OEC റിസർവേഷൻ ആവട്ടെ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയുടെ റിസർവേഷൻ ആവട്ടെ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ റിസർവേഷൻ ആവട്ടെ, ഏതെങ്കിലും റിസർവേഷൻ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻസുകളെല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ട് വേണം നാം പുതിയ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുവാൻ. ഇനി അങ്ങനല്ല, നേരത്തെ ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി പുതിയതായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നേരത്തെ ചെയ്തു, പക്ഷേ ഏതെങ്കിലും ഒരു കോഴ്സിന് നാം ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ യൂസർ നെയിം പാസ്വേഡും എൻട്രി ചെയ്തുകൊണ്ട് കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി നമുക്ക് എല്ലാ കോഴ്സിലേക്കുമുള്ള ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള എലിജിബിലിറ്റി നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂലൈ 26 വരെ മാത്രമാണ് അതിനായി ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ സമയം അനുവദിച്ചിരിക്കുന്നത്. എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ബെസ്റ്റ് വിഷസ്.